പാലക്കാട് ജില്ലയിലെ പട്ടികവർഗ കുടുംബങ്ങൾക്കായുള്ള ഭവന നിർമ്മാണ പദ്ധതികൾ വൻ തകർച്ചയിലെന്ന് ഓഡിറ്റ് റിപ്പോർട്ട്. പാലക്കാട് ട്രൈബൽ ഓഫീസ് പരിധിയിലുള്ള ആദിവാസി മേഖലയിൽ നടപ്പാക്കിയ പദ്ധതിയാണ് പരാജയപ്പെട്ടത്. സംസ്ഥാനത്തെ മുഴുവൻ ആദിവാസി കുടുംബങ്ങൾക്കും തലചായ്ക്കാൻ സുരക്ഷിതമായ ഇടം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതികളാണ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയും കൃത്യമായ മേൽനോട്ടമില്ലായ്മയും കാരണം വഴിമുട്ടി നിൽക്കുന്നത്. പട്ടികവർഗ വിഭാഗത്തിന്റെ ജീവിത നിലവാരം ഉയർത്താൻ ലക്ഷ്യമിട്ട് അനുവദിച്ച വലിയൊരു തുക പണികൾ പൂർത്തിയാകാത്തത് കാരണം പ്രയോജനപ്പെടാതെ പാഴായി പോവുകയായിരുന്നു. പാലക്കാട് ട്രൈബൽ ഓഫീസിന് കീഴിൽ 2017-18 സാമ്പത്തിക വർഷം മുതൽ വീടില്ലാത്ത എല്ലാ കുടുംബങ്ങൾക്കും പൂർണ്ണമായി വീട് ലഭ്യമാക്കുന്ന ലൈഫ് മിഷൻ പദ്ധതിയിലേക്ക് പദ്ധതിയെ സംയോജിപ്പിച്ചു. 2016 മാർച്ച് 31 മുൻപ് പാലക്കാട് ട്രൈബൽ ഓഫീസർ കണ്ടെത്തിയ 994 ഗുണഭോക്താക്കൾക്കായി വീട് നിർമ്മാണത്തിന് 21.76 കോടി രൂപ വിതരണം ചെയ്തുവെങ്കിലും വെറും 157 വീടുകൾ മാത്രമാണ് പൂർത്തിയായത്. 2016-17 കാലയളവിൽ അനുവദിച്ച 509 വീടുകളിൽ 181 എണ്ണം മാത്രമാണ് പണി തീർന്നത്. 328 വീടുകളുടെ നിർമ്മാണം ഇന്നും വിവിധ ഘട്ടങ്ങളിലായി മുടങ്ങിക്കിടക്കുകയാണെന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു. ഇതിൽ 26 കുടുംബങ്ങളുടെ വീടുപണി ഒന്നാം ഘട്ടത്തിലും 31 പേരുടേത് രണ്ടാം ഘട്ടത്തിലുമാണ്. ഭൂരിഭാഗം ഗുണഭോക്താക്കളുടെയും വീടുപണി വിവിധ ഘട്ടങ്ങളിൽ തടസ്സപ്പെട്ടു. പാലക്കാട് ട്രൈബൽ ഓഫീസിന് കീഴിലുള്ള ആദിവാസി ഊരുകളിലെ വീട് അറ്റകുറ്റപ്പണി പൂർത്തിയാകാത്തതിലൂടെ 1.04 കോടി രൂപ വെറുതെയായി. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ജീർണിച്ച വീടുകൾ നവീകരിക്കുവാനും മേൽക്കൂര നിർമ്മിക്കുവാനും അധിക മുറികൾ പണിയുവാനുമായി സംസ്ഥാന സർക്കാർ ഒരു പദ്ധതി ആരംഭിച്ചിരുന്നു. തുടക്കത്തിൽ 1 ലക്ഷം രൂപയാണ് നൽകിയിരുന്നതെങ്കിലും 2017 ഓഗസ്റ്റിൽ ഇത് 1.5 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചു. 3 ഗഡുക്കളായാണ് ഈ തുക നൽകിയിരുന്നത്. സാമ്പത്തിക സഹായം ലഭിച്ച 291 ഗുണഭോക്താക്കളിൽ 188 പേർ മാത്രമാണ് പണി പൂർത്തിയാക്കിയത്. ബാക്കി 103 പേരുടെ പണി ഇതുവരെ പൂർത്തിയായിട്ടില്ല. ഇതുവഴി 1.04 കോടി രൂപ ലക്ഷ്യത്തിലെത്താതെ പാഴായിപ്പോയി. 6 വർഷമായിട്ടും പല വീടുകളുടെയും പണി തീർന്നിട്ടില്ല. പട്ടികവർഗ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള മോണിറ്ററിംഗിന്റെയും തുടരന്വേഷണങ്ങളുടെയും അഭാവമാണ് പദ്ധതി പാളുന്നതിന് പ്രധാന കാരണമെന്ന റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. UTV ന്യൂസ്, പാലക്കാട്.